നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ 2021 കൊമേഴ്സുകാർക്ക് നടന്ന മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. പരീക്ഷയ്ക്ക് ആകെ 60 മാർക്കിലായിരുന്നു ചോദ്യം. കൂൾ ഓഫ് ടൈം 20 മിനിറ്റ്, 2 മണിക്കൂറായിരുന്നു സമയം. 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ 3 മാർക്ക് വീതമാണ്. ഏതെങ്കിലും 6 എണ്ണം എഴുതണം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ദ പോയിന്റ് 4 - 2 5 ലൈസ് ഇൻ ഡാഷ് ഒക്ടൻറ്റ്. 4 - 2 5 എന്നത് ഏത് ഒക്ടൻറ്റിലാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇതിന് ആൻസർ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി, ലാസ്റ്റ് കിടക്കുന്ന നമ്പർ നോക്കുക, പോസിറ്റീവായിട്ടുള്ളൊരു നമ്പറാണ്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ഏതെങ്കിലും ഒരു ഒക്ടൻറ്റിലായിരിക്കും. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പ്ലസ് പ്ലസ്, സെക്കൻഡ് മൈനസ് പ്ലസ്, തേർഡ് മൈനസ് മൈനസ്, ഫോർത്ത് പ്ലസ് മൈനസ്. ഇങ്ങനെയാണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ക്വാഡ്രൻസ്. ഇവിടെ ലാസ്റ്റ് കിടക്കുന്ന നമ്പർ പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് ഒരു പ്ലസ് എന്നിട്ട് കഴിഞ്ഞാൽ നോക്കുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഈ കിടക്കുന്നത് പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ ഫോർത്ത് ഒക്ടൻറ്റിലാണ്. ഇവിടെയെല്ലാം ലാസ്റ്റ് മൈനസ് ആണ് വരുന്നത് എങ്കിൽ ഇത് 5th, 6th, 7th, 8th എന്ന് വായിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ ബി ആണ്. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് 2, 3, 5 ആൻഡ് 4, 3, 1. ഇതിന് 2 മാർക്കാണ്. ഡിസ്റ്റൻസ് കാണാൻ √4 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 3 സ്ക്വയർ പ്ലസ് 1 - 5 ദ ഹോൾ സ്ക്വയർ. ഇവിടെ 4 - 2 എന്നത് 2. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ. ഇത് ചെയ്ത് കഴിയുമ്പോൾ √20 എന്ന് കിട്ടും ഡിസ്റ്റൻസ്. രണ്ടാമത്തെ ചോദ്യം, ഷോ ദാറ്റ് sin 5x plus sin 3x by cos 5x plus cos 3x is equal to tan 4x എന്നാണ്. ഇവിടെ സി ഡി ഫോർമുല യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. sin c plus sin d എന്നാൽ 2 sin c plus d by 2 cos c minus d by 2 ആണ്. അതിന് ഓർത്തിരിക്കാനുള്ള എളുപ്പവഴി, s plus s എന്നാൽ 2sc, അതായത് sin c plus sin d എന്നാൽ 2 sin c plus d by 2 cos c minus d by 2. cos c plus cos d എന്നാണെങ്കിൽ 2 cos c plus d by 2 cos c minus d by 2 എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ന്യൂമറേറ്ററിൽ 2 ഇൻറ്റു സൈൻ, ഇത് രണ്ടും പ്ലസ് ചെയ്ത് ബൈ 2, അപ്പോൾ 8x by 2 ഇൻറ്റു ഇത് രണ്ടും കുറച്ചിട്ട് പകുതി cos 2x by 2. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ cos 5x plus cos 3x എന്നത് 2 cos 8x by 2 ഇൻറ്റു cos 2x by 2 എന്ന് എഴുതാം. ഇവിടെ ഈ ഭാഗം ക്യാൻസൽ ചെയ്ത് പോകും. മിച്ചമുള്ളത് ഇവിടെ 2ഉം 2ഉം ക്യാൻസലായി. സൈൻ ഇത് 4x ബൈ കോസ് 4x എന്ന് വരും. അപ്പോൾ സൈൻ ബൈ കോസ് എന്നാൽ ടാൻ ആണ്. ടാൻ 4x ആണ് ആൻസർ. അതായത് റൈറ്റ് സൈഡ് നമുക്ക് കിട്ടി. രണ്ടാമത്തെ ചോദ്യം, ഇൻ എ ജി പി തേർഡ് ടേം ഈസ് 24 ആൻഡ് 6th ടേം ഈസ് 192. ഫൈൻഡ് ദ കോമൺ റേഷ്യോ ദ 10th ടേം. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തേർഡ് ടേം എന്നാൽ AR² എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു 24. 6th ടേം എന്നാൽ AR⁵5, അത് 192 ആണ്. ഇവിടെ r കണ്ടുപിടിക്കാൻ ഈ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ r³ ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അവിടെ നിന്ന് r ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഈ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കഴിയുമ്പോൾ a ഇൻറ്റു 2² ഇസ് ഈക്വൽ ടു 24, അതായത് a ഇസ് ഈക്വൽ ടു 24 ബൈ 4 6 എന്ന് കിട്ടും a. നമുക്ക് 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 10th ടേം ഇസ് ഈക്വൽ ടു AR⁹9 എന്ന് എഴുതാം. 6 ഇൻറ്റു 2⁹9, അതായത് 6 ഇൻറ്റു 512, ആൻസർ 3075. നാലാമത്തെ ചോദ്യം, ദ ലാക്ടസ് റെക്റ്റം ഓഫ് ദി പരാബോള x² ഇസ് ഈക്വൽ ടു 6y ഈസ്. ഈ കിടക്കുന്നത് x² ഇസ് ഈക്വൽ ടു 4ay എന്ന ഫോമിലാണ്. 4a ആണ് ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം, അതായത് 4aയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 6. അപ്പോൾ c ആണ് ആൻസർ. ലാക്ടസ് റെക്റ്റം ഇസ് ഈക്വൽ ടു 6. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി പരാബോള വിത്ത് ഫോക്കസ് 6, 0 ആൻഡ് ഡയറക്ട്രിക്സ് x ഇസ് ഈക്വൽ ടു -6. ഇവിടെ ഫോക്കസ് തന്നിട്ടത് 6, 0 എന്നാണ്. അപ്പോൾ x ആക്സിലെ ഒരു പോയിന്റ് ആണ് 6, 0. അപ്പോൾ ഗ്രാഫ് ഈ രീതിയിലാണ് വരിക. ഇങ്ങനെ x ആക്സിനെ നോക്കിയിരിക്കുന്ന ഗ്രാഫിൻ്റെ ഇക്വേഷൻ y² ഇസ് ഈക്വൽ ടു 4ax എന്നാണ്. അപ്പോൾ y² ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 6x, ആൻസർ 24x ആണ് ഈ പരാബോളയുടെ ഇക്വേഷൻ. അഞ്ചാമത്തെ ചോദ്യം, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണിത്. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു 2 x² - 4 ബൈ x - 2. ഈ കിടക്കുന്നത് ഈ ഇക്വേഷൻ്റെ ഫോമിലാണ്. ലിമിറ്റ് x ടെൻഡ്സ് ടു a x⁻n - a⁻n ബൈ x - a. ഇങ്ങനെ വന്നാൽ n⁻n-1 എന്ന് എഴുതാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 എന്നതിനെ 2² എന്ന് എഴുതി കഴിയുമ്പോൾ ഇത് കിടക്കുന്നത് ഈ ഇക്വേഷൻ്റെ ഫോമിലായി. അപ്പോൾ 2 ഇൻറ്റു 2⁻2 - 1, ആൻസർ 2 ഇൻറ്റു 2, ആൻസർ 4 എന്ന് കിട്ടും.
ആറാമത്തെ ചോദ്യം, റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് 5 ഈസ് എ പ്രൈം നമ്പർ. Second question, write the contrapositive and converse of the statement. If a triangle is equilateral, then it is isosceles. ഇത് മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഫോക്കസിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. നെഗേഷൻ കാണാൻ ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്ത് എഴുതിയാൽ ആൻസറായി. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് 5 ഈസ് എ പ്രൈം നമ്പർ. ആ തന്നിരിക്കുന്നത് അതുപോലെ എഴുതി ഫ്രണ്ടിലൊരു ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്തു, അതിന് 1 മാർക്ക്. റൈറ്റ് ദ കോൺട്രാപോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. കോൺട്രാപോസിറ്റീവ് എന്നാൽ നോട്ട് ചേർക്കുകയും വേണം, തിരിച്ചെഴുതുകയും വേണം. ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഈക്വലാട്രൽ. നമുക്ക് തന്നിരുന്നത് ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വലാട്രൽ ദെൻ ഇറ്റ് ഈസ് ഐസോസെലസ് എന്നാണ്. രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതി നോട്ടും കൂടെ ചേർത്തു. കോൺവേഴ്സ് എഴുതാൻ ചോദിച്ചാൽ തിരിച്ചെഴുതിയാൽ മാത്രം മതിയാവും. അതായത് ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഐസോസെലസ് ദെൻ ഇറ്റ് ഈസ് ഈക്വലാട്രൽ. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അടുത്ത ബോർഡ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഓർത്ത് വെക്കുക. ഏഴാമത്തെ ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദി ഡേറ്റ. ഇതിന് 3 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്പേഴ്സ് തന്നിരിക്കുന്നത് 4, 7, 8, 9, 10, 12, 13, 17. ഇത് നേരെ താഴോട്ട് എഴുതിയിരിക്കുന്നു. മീൻ ഡീവിയേഷൻ കാണാൻ ആദ്യം ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കണം. അതായത് ഇതിൻ്റെ എല്ലാം സം എടുത്തപ്പോൾ 80 എന്ന് കിട്ടി. ബൈ 8 ചെയ്യുമ്പോൾ 10 എന്ന് വരും മീൻ. ഈ മീൻ എന്നത് എല്ലാ എക്സയിൽ നിന്നും മൈനസ് ചെയ്യുമ്പോൾ 8 - 10 6, -6 ആണ് വരുന്നത്. മോഡുലസ് എടുക്കുമ്പോൾ +6 എന്ന് വരും. 7 - 10 -3, മോഡുലസ് എടുക്കുമ്പോൾ 3. 8 - 10 -2, മോഡുലസ് എടുക്കുമ്പോൾ 2. ഇങ്ങനെ കിട്ടി. ഈ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 24 എന്ന് വന്നു. 24 ബൈ നമ്പറായ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 3 എന്ന് കിട്ടും. ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. എട്ടാമത്തെ ചോദ്യം, സോൾവ് ദ ഇൻഇക്വാളിറ്റി 4x + 3 < 5x + 7. ഇവിടെ ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ എന്ന് കിടക്കുന്നു. ഇതാണ് ഇൻഇക്വാളിറ്റി. അപ്പോൾ എക്സ് എവിടെയാണോ കൂടുതലുള്ള ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 4x കൂടെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ 3 - 7 < 5x - 4x. അപ്പോൾ -4 ഈസ് ലെസ് ദാൻ എക്സ് എന്ന് വരുന്നു. ഇവിടെ എക്സ് എന്നത് -4നേക്കാൾ വലുതാണ്. അപ്പോൾ നമുക്ക് പറയാൻ എളുപ്പത്തിന് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ -4. ഇതാണ് സൊല്യൂഷൻ. ഇതിന് 3 മാർക്കാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ഫോക്കസിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണിത്. n = ഇവിടെ NC(n)ഉം NC(0)യും ഒക്കെ 1 ആണ്. അപ്പോൾ ആൻസർ C 1 ആണ്. NC9 = NC8. ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്. NCx = NCy ആണെങ്കിൽ n എന്നത് x + yക്ക് തുല്യം. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 17 എന്ന് വരും. എന്നിൻ്റെ സ്ഥാനത്ത് 17 ആണ്. അപ്പോൾ 17C17 ആൻസർ 1. 10ാമത്തെ ചോദ്യം, എക്സ്പാൻഡ് x + 2y <4 യൂസിങ് ബൈനോമിയൽ തിയറം. ഇവിടെ x + 2y <4 എന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് 5 ടേംസ് ഉണ്ടാവും. നോക്കുക, 1, 2, 3, 4, 5. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ നോക്കാം. അതിനെ പാസ്കൽ ട്രയാങ്കിൾ അറിഞ്ഞിരിക്കുക. 1, 1, 1. ഇത് രണ്ടും കൂടെ കൂട്ടി നടുക്കെഴുതി 2, 1, 2, 1, 1, 3, 3, 1, 1, 4, 6, 4, 1. ഇവിടെ 5 ടേംസ് ആയി. ഇതിൽ ആദ്യത്തെ നമ്പർ അതുപോലെ എഴുതി x⁴ പ്രാവശ്യം പ്ലസ് ഈ 4 × x³ × 2y. എക്സിൻ്റെ പവർ 1 കുറഞ്ഞു ഇൻറ്റു 2y പ്ലസ് 6 × x² × 2y² പ്ലസ് 4 × x × 2y³ പ്ലസ് 2y⁴. ഇവിടെ x⁴ അതുപോലെ എഴുതി. 2 × 4 8x³ പ്ലസ് ഇത് ചെയ്യുമ്പോൾ 24x² പ്ലസ് 32xy³ പ്ലസ് 2⁴ എന്നത് 16 ആണ്. 16y⁴ ആണ്. ഇതിൻ്റെ 11ാമത്തെ ചോദ്യം, കൺസിഡർ ദ എക്സ്പാൻഷൻ x/3 + 9y = 11ാമത്തെ ചോദ്യം, കൺസിഡർ ദ എക്സ്പാൻഷൻ x/3 + 9y <10 റൈറ്റ് ഇറ്റ്സ് ജനറൽ ടേം. ഫൈൻഡ് ദ തേർഡ് ടേം ഓഫ് ദി എക്സ്പാൻഷൻ. ഇവിടെ x/3 + 9y <10 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ 10 വന്നിരിക്കുന്നതുകൊണ്ട് n = 10. r എന്നത് r തന്നെ കൊടുക്കുക, കാരണം ജനറൽ ടേം ആയതുകൊണ്ട് r തന്നെ. ഇതിനുപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. TR + 1 = NCR a⁻n−r b⁻r. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് മിഡിൽ ടേം കാണാൻ, ജനറൽ ടേം കാണാൻ, കോയിഫിഷ്യൻ്റ് കാണാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ a എന്നത് x/3,
ബി എന്നത് 9y, n എന്നത് 10, r എന്നത് r തന്നെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 10cr x/3 റേസ് ടു 10 മൈനസ് r 9y റേസ് ടു r. അടുത്തത് തേർഡ് ടേം കാണാനാണ്, അതായത് T3 ഈസ് ഈക്വൽ ടു ടി ആർ പ്ലസ് 1. അപ്പോൾ r ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് 2 എന്നിട്ട് കഴിയുമ്പോൾ T3 ഈസ് ഈക്വൽ ടു 10c2 x/3 റേസ് ടു 10 മൈനസ് 2 ഇൻറ്റു 9y റേസ് ടു 2. അപ്പോൾ 10c2 എന്നത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടുക 5 ഇൻറ്റു x റേസ് ടു 8/3 റേസ് ടു 8 ഇൻറ്റു 9 സ്ക്വയർ ഇൻറ്റു y സ്ക്വയർ. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 5 ഇൻറ്റു x റേസ് ടു 8 y സ്ക്വയർ ബൈ 3 സ്ക്വയർ എന്ന്. 12ാമത്തെ ചോദ്യം, എ ഡൈ ഈസ് റോൾഡ്. Let us consider the events. A is equal to getting a prime number, B getting an odd number. Write the set representing the events A or B, A but not B. ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ എന്നത് നമുക്കറിയാം ഒരു ഡൈ റോൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് 1 മുതൽ 6 വരെയാണ്. എ എന്നത് പ്രൈം നമ്പർ, അപ്പോൾ 2, 3, 5 ആണ് പ്രൈം നമ്പേഴ്സ്. ബി എന്നത് ഗെറ്റിംഗ് ഓഡ് നമ്പേഴ്സ് 1, 3, 5 ആണ്. എ ഓർ ബി എന്നാൽ എ യൂണിയൻ ബി. അപ്പോൾ ആൻസർ ഇത് രണ്ടിലുമുള്ള എല്ലാ എലമെൻസും 1, 2, 3, 5. എ ബട്ട് നോട്ട് ബി എന്നാൽ എ മൈനസ് ബി ആണ്. എയിൽ നിന്ന് ബിയിലുള്ളത്, അതായത് കോമൺ ആയിട്ടുള്ളത് കളഞ്ഞു കഴിയുമ്പോൾ ആൻസർ 2 എന്ന് കിട്ടും. 13ാമത്തെ ചോദ്യം മുതൽ 24ാമത്തെ ചോദ്യം വരെ 4 മാർക്കാണ്. ഏതെങ്കിലും 6 എണ്ണം എഴുതണം. ഇവിടെ 13ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നു സെറ്റ് ബിൽഡർ ഫോം ഓഫ് ദി ഇൻ്റർവെൽ 6, 12. ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ 6, ക്ലോസ് ഇൻ്റർവെൽ 12 ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ. 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. ഇവിടെ ക്ലോസ് ഇൻ്റർവെൽ കിടന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരും. ഓപ്പൺ ഇൻ്റർവെൽ കിടക്കുന്നതുകൊണ്ട് ലെസ് ദാൻ എന്നാണ്. അപ്പോൾ ബി ആണ് ആൻസർ. റൈറ്റ് ഡൗൺ ദ ഓൾ സബ്സെറ്റ് ഓഫ് സെറ്റ് എ, സെറ്റ് എ ബി സി. എ ബി സി എന്ന ഈ സെറ്റിൻ്റെ സബ്സെറ്റ് എഴുതാൻ ചോദിച്ചാൽ ഇതുകൊണ്ടുണ്ടാക്കാവുന്ന എല്ലാ സെറ്റുകളുമാണ്. നോക്കുക, സബ്സെറ്റ് ആദ്യം അത് തന്നെ എഴുതി, പിന്നെ 2 എണ്ണം വെച്ച് എ ബി, എ സി, ബി സി, പിന്നെ സിംഗിളായിട്ട് എ ബി സി, ലാസ്റ്റ് നൾ സെറ്റ്. ഇതിൻ്റെ എണ്ണം ചോദിച്ചാൽ 8 എണ്ണമാണ്. കാരണം 3 എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് 2 റേസ് ടു 3 8 ആണ് നമ്പർ ഓഫ് സബ്സെറ്റ്. 14ാമത്തെ ചോദ്യം, ലെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 5, 6, 7, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5, 6 and R be the relation from A to B defined by R is equal to set x, y is equal to x minus 2, x belongs to A, y belongs to B. Write R in roster form, write domain and range of R. R എന്നത് y is equal to x minus 2 ആണ്. എക്സിന് സ്വീകരിക്കാവുന്ന വില എയിലുണ്ട്, വൈക്ക് സ്വീകരിക്കാവുന്ന വില ബിയിലും. അപ്പോൾ ഇവിടെ റിലേഷൻ വരുന്നത് 5, 3, 6, 4, 7, 5 ആണ്. കൊടുത്ത വിലകളാണ് ഡൊമൈൻ 5, 6, 7. റേഞ്ച് എന്നത് കിട്ടിയ വിലകൾ 3, 4, 5. അടുത്ത 15ാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് സൈൻ 30 ഈസ് ഈക്വൽ ടു ഡാഷ്. അത് നമുക്കറിയാം 1/2. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75. സൈൻ 75 കാണാൻ സൈൻ 45 പ്ലസ് 30 എന്ന് എഴുതാം. അപ്പോൾ സൈൻ എ പ്ലസ് ബി എന്ന ഫോമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇവിടെ എയുടെ സ്ഥാനത്ത് 45 എന്നും ബിയുടെ സ്ഥാനത്ത് 30 കൊടുത്തു കഴിയുമ്പോൾ 1/√2 ഇൻറ്റു √3/2 പ്ലസ് 1/√2 ഇൻറ്റു 1/2. ഇവിടെ ഡിനോമിനേറ്റർ 2√2 ആണ്. ആൻസർ √3 പ്ലസ് 1/2√2. ഇതാണ് ആൻസർ. 16ാമത്തെ ചോദ്യം, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് n is equal to 1 plus 3 plus 3 square plus etc plus 3 raised to n minus 1 is equal to 3 raised to n minus 1/2. Show that p of 1 is true. Second, p of k is true. Prove that p of k plus 1 is true. ഇവിടെ ചെയ്യാനുള്ള സ്റ്റെപ്പുകളൊക്കെ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ തന്നിരിക്കുന്നത് അതുപോലെ എഴുതി. p of n is equal to 1 plus 3 plus 3 square plus etc plus 3 raised to n minus 1 is equal to 3 raised to n minus 1/2. എന്നിന് 1 എന്ന് കൊടുത്തു കഴിയുമ്പോൾ p of 1 കിട്ടും. അത് ആദ്യം കിടക്കുന്ന നമ്പർ, അതായത് 1 ആണ്. റൈറ്റ് സൈഡിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു കഴിയുമ്പോൾ അവിടെയും 1 എന്ന ആൻസർ കിട്ടി. അതുകൊണ്ട് n is equal to 1 is true. അടുത്തത് assume p of k is true. അപ്പോൾ p of k എന്നത് എന്നിൻ്റെ സ്ഥാനത്ത് k കൊടുത്തെഴുതുന്നു. 1 plus 3 plus 3 square plus etc plus 3 raised to k minus 1 is equal to 3 raised to k minus 1/2.
വെൻ n is equal to k plus 1, ഇതാണ് അടുത്ത സ്റ്റെപ്പ്. k കിടക്കുന്നിടത്ത് k plus 1 കൊടുത്തു കഴിയുമ്പോൾ 1 plus 3 plus 3 square plus etc plus ഈ 3 raised to k minus 1 വരെ എഴുതി plus 3 raised to k plus 1 minus 1. ഇത് രണ്ടും കൂടെ പോയി 3 raised to k എന്നാകും. ഇത്രയും ഭാഗത്തിൻ്റെ ആൻസർ മുകളിൽ പറഞ്ഞു 3 raised to k minus 1 by 2 ആണ്. അപ്പോൾ ഇത് എഴുതി പ്ലസ് 3 raised to k. 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 3 raised to k minus 1 plus 2 into 3 raised to k by 2. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 3 into 3 raised to k minus 1 by 2 എന്ന് വരും. ഇപ്പോൾ ഇതിനെ 3 raised to k plus 1 minus 1 by 2 എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായി k കിടക്കുന്നിടത്ത് k plus 1 എന്ന് വന്നു, അല്ലെങ്കിൽ n കിടക്കുന്നിടത്ത് k plus 1 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം p of k plus 1 is true. Hence by principle of mathematical induction it is true for all natural numbers. 17ാമത്തെ ചോദ്യം i square is equal to dash. i square എന്നത് -1 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. x plus 2 plus 3i into 1 minus i in the form a plus ib. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 into 1 2 minus 2 into I 2i 3 into 3i into 1 3i 3i into I 3i square. ഇവിടെ i square എന്നത് -1 ആണെന്ന് നമുക്കറിയാം. ഇവിടെ -1 കൊടുത്തു കഴിയുമ്പോൾ ഇത് പ്ലസ് ആകും. അപ്പോൾ 2 പ്ലസ് ഈ ഭാഗം രണ്ടും കൂടെ ചേർന്ന് ഐയുടെ ടേംസ് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1i എന്ന് വരും. ഇത് പ്ലസ് 3. ആൻസർ 3 plus 2 5 plus i ആണ് ഇതിൻ്റെ a plus ib ഫോം. 18ാമത്തെ ചോദ്യം ഇൻസേർട്ട് 6 numbers between 3 and 24 such that the resulting sequence is an arithmetic progression. ഇത് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നതല്ല, പക്ഷേ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. 6 നമ്പേഴ്സ് വേണമെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് ഓർക്കുക. അതായത് ഇവിടെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. 24 minus 3 by 6 എണ്ണം വേണമെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 24 minus 3 എന്നത് 21 by 7. ആൻസർ 3 എന്ന് വരും. 3 വെച്ച് ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ആദ്യം കിടക്കുന്നത് 3 കൂട്ടിയപ്പോൾ 6 9 12 15 18 21 24. ഈ ഇടയ്ക്കുള്ള 6 നമ്പേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് 4 മാർക്കാണ്. 19ാമത്തെ ചോദ്യം കൺസിഡർ ദ ലൈൻ 3x minus 4y plus 10 is equal to 0. റൈറ്റ് ദ ഇൻ്റർസെപ്റ്റ് ഫോം. ഫൈൻഡ് ദ എക്സ് ഇൻ്റർസെപ്റ്റ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്. ഇതിന് 4 മാർക്കാണ്. ഇൻ്റർസെപ്റ്റ് ഫോം എന്നാൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ 10 എന്നത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ 3x minus 4y ഇസ് ഈക്വൽ ടു -10. എല്ലായിടത്തും -10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3x by -10 minus 4y by -10 ഇസ് ഈക്വൽ ടു -10 by -10. ഇത് 1 എന്നായി. അപ്പോൾ y by ഇതിനെ ഈ 4 ഡിവൈഡ് ചെയ്ത് വരും 10 by 4 എന്ന് കിട്ടും. 2 മൈനസ് കൂടെ ചേർന്ന് പ്ലസ് എന്നായി. ഇവിടെ x by 10 by 3 ഈ മൈനസ് അതുപോലുണ്ട്. അപ്പോൾ x ഇൻ്റർസെപ്റ്റ് എന്നത് -10 by 3, y ഇൻ്റർസെപ്റ്റ് എന്നത് 10 by 4 അഥവാ 5 by 2. 20ാമത്തെ ചോദ്യം ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ഇൻ ദ വൈ ഇസഡ് പ്ലെയിൻ ഈസ്. വൈ ഇസഡ് പ്ലെയിനിൽ എക്സ് എന്നത് 0 ആണ്. ആൻസർ 0. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് 4 8 10 ആൻഡ് 6 10 -8 ഈസ് ഡിവൈഡഡ് ബൈ ദ വൈ ഇസഡ് പ്ലെയിൻ. വൈ ഇസഡ് പ്ലെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് 0 ആണെന്ന് ഓർക്കുക. അപ്പോൾ റേഷ്യോ നമുക്ക് k:1 എന്നെടുത്താൽ k into 6 അതായത് x 0 ഉണ്ട്, ആദ്യത്തെ ഭാഗം 0. അപ്പോൾ നമുക്ക് ഇത് മാത്രം ചെയ്താൽ മതി. k into 6 plus 1 into 4 by k plus 1. നോക്കുക 6k plus 4 by k plus 1 equal to 0. ഇത് റൈറ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മുഴുവൻ പോയി. 6k plus 4 is equal to 0. അവിടുന്ന് 6k is equal to -4, k is equal to -4 by 6. ഇത് കട്ട് ചെയ്യുമ്പോൾ -2 by 3 എന്ന് വരും. നെഗറ്റീവ് വന്നുകൊണ്ട് റേഷ്യോ എക്സ്റ്റേണലി ആണ്. എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ 2:3. അടുത്ത ചോദ്യം 21ാമത്തത് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ നിന്ന് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ എയുടെ ആൻസർ 3. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ആണ്. അപ്പോൾ 1/x എന്നതിൻ്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. x² എന്നതിൻ്റെ ഡെറിവേറ്റീവ് 2x. ഇതിന് 4 മാർക്ക്. 22ാമത്തെ ചോദ്യം പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഇല്ലാത്തൊരു ഭാഗമാണ്, പക്ഷേ പരീക്ഷയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളൊരു ചോദ്യമായിരുന്നു. 4 മാർക്ക് വരെ ഈ ക്വസ്റ്റിൽ നിന്ന് കിട്ടാം. വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതും പഠിച്ചു വെക്കുക.
ആദ്യത്തെ സ്റ്റെപ്പ് അസ്യൂം √3 ഈസ് റാഷണൽ. ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ അതിനെ p/q എന്ന് എഴുതാം. അപ്പോൾ √3 = p/q. ഈ റൂട്ട് കളയാൻ വേണ്ടി രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ 3 = p²/q². ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ p² = 3q². ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ കിട്ടി 3 × എന്ന് കിടക്കുന്നതുകൊണ്ട് p² is a multiple of 3. സോ p is a multiple of 3. അതായത് p എന്നത് 3m എന്നെടുക്കുന്നു. ഒന്നുകൂടെ സ്ക്വയർ ചെയ്യുമ്പോൾ p² = 3m the whole square. അതായത് p² = 9m². ഈ 3 കൊണ്ട് ഇവിടെ p² എന്നത് നേരത്തെ പറഞ്ഞു 3q² ആണ്. ഇക്വേഷൻ 1 കൊടുത്തിട്ടുണ്ട്. 3q² = 9m². ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ q² = 3m² എന്ന് കിട്ടും. അതായത് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് കിടക്കുന്നു. q² is a multiple of 3, q is a multiple of 3. അതിൻ്റെ അർത്ഥം പിയും ക്യൂവും മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. Therefore p and q have common factor 3. It contradicts our assumption. Therefore √3 is irrational. 23ാമത്തെ ചോദ്യം. If a and b are even such that p of a is equal to 1/4, p of b is equal to 1/2, p of a intersection b is equal to 1/8. Find p of a union b, second p of a complement, third p of a complement intersection b complement. ഇവിടെ p of a union b കാണാൻ p of a plus p of b minus p of a intersection b ആണ്. ഇത് 1/4 plus 1/2 minus 1/8 സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 5/8 എന്ന് കിട്ടും. p of a കോംപ്ലിമെൻറ്റ് കാണാൻ 1 minus p of a ആണ്. p of a എന്നത് 1/4 തന്നിട്ടുണ്ട്. അപ്പോൾ 4 minus 1 അതായത് 3/4 ആണ് p of a കോംപ്ലിമെൻറ്റ്. അടുത്തത് p of a കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ b കോംപ്ലിമെൻറ്റ്. അതായത് p of a union b ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. 1 minus p of a union b ചെയ്താൽ ആൻസർ കിട്ടും. 1 minus 5/8 ആൻസർ 3/8. 24ാമത്തെ ചോദ്യം. സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നിന്ന് കൺസിഡർ ദ സ്ട്രെയിറ്റ് ലൈൻ x - 2y + 3 = 0. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ. സ്ലോപ്പ് കാണാനാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദ എബവ് ലൈൻ പാസിംഗ് ത്രൂ 1 - 2. ഇതിൻ്റെ സ്ലോപ്പ് കാണാൻ ഇത് y = mx + c എന്ന ഫോമിലോട്ട് മാറ്റിയാൽ മതി. തന്നിരിക്കുന്ന ചോദ്യം y = എന്ന രീതിയിലാക്കുമ്പോൾ x + 3 = 2y. നോക്കുക, 2y = x + 3. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y = x/2 + 3/2. ഈ കിടക്കുന്നത് y = mx + c എന്ന ഫോമിലാണ്. എക്സിൻ്റെ കൂടെയുള്ളത് സ്ലോപ്പ്, അതായത് 1/2 ആണ് സ്ലോപ്പ്. സ്ലോപ്പ് ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ. ഇതിന് പെർപെൻഡിക്കുലറായ ലൈൻ്റെ സ്ലോപ്പ് എന്നത് ഇതിൻ്റെ റെസിപ്രോക്കലിൻ്റെ നെഗറ്റീവാണ്. ഇത് തിരിച്ചിടുമ്പോൾ 2, നെഗറ്റീവും കൂടെ കൊടുക്കുമ്പോൾ -2. നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട് 1 - 2. സ്ലോപ്പ് ഇപ്പോൾ കിട്ടി -2. ആ ലൈൻ്റെ ഇക്വേഷൻ കാണാൻ y - y1 = m × x - x1 എന്ന ഇക്വേഷൻ ഇടുമ്പോൾ y - -2 = -2 × x - 1. അപ്പോൾ y + 2 = -2x + 2 എന്ന് വരും. ഈ 2 രണ്ടും ക്യാൻസൽ ആക്കുമ്പോൾ y = -2x. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ. 25ാമത്തെ ചോദ്യം മുതൽ 30ാമത്തെ ചോദ്യം വരെ 6 മാർക്ക് വീതമാണ്. ഏതെങ്കിലും 3 എണ്ണം എഴുതണം. 25ാമത്തെ ചോദ്യം. u = set 1 2 3 4 5 6, a = set 2 3, b = set 3 4 5. Find a complement, b complement. Second, a union b, a intersection b. Third, a union b whole complement is equal to a complement intersection b complement. ഇത് ഡി മോർഗൻസ് ലോ ആണ്. പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും വരാറുള്ള ചോദ്യം, ഓർത്ത് വെക്കുക. എ കോംപ്ലിമെൻ്റ് എന്നാൽ എയിൽ ഇല്ലാത്തത്, അതായത് ആൻസർ 1 4 5 6. ബി കോംപ്ലിമെൻ്റ് എന്നാൽ ബിയിൽ ഇല്ലാത്തത് 1 2 6. എ യൂണിയൻ ബി, എയിലും ബിയിലും ഉള്ളത് മുഴുവൻ 2 3 4 5. എ ഇൻ്റർസെക്ഷൻ ബി എന്നത് കോമൺ ആയിട്ടുള്ളത് 3. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്നത് എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് കാണിക്കണം. അതിനാദ്യം എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻ്റ് കാണുന്നു. അപ്പോൾ എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത് 1ഉം 6ഉം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 1 6. ഇപ്പോൾ ഇത് രണ്ടും സെയിം എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കുക. 26ാമത്തെ ചോദ്യം. റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് സാധാരണ ഗ്രാഫ് തന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിക്കുക. ഇവിടെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്നു. നോക്കുക. കൺസിഡർ ദ ഫംഗ്ഷൻ f of x is equal to modulus x. ഫൈൻഡ് f of 2, f of -2. അതിൻ്റെ ആൻസർ നോക്കുക. f of 2 എന്നാൽ എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ മോഡുലസ് 2 എന്ന് കിട്ടി. f of -2 എന്നാൽ മോഡുലസ് ഓഫ് -2, അതും 2 എന്ന് തന്നെ കിട്ടി.
അതായത് പോസിറ്റീവ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. അതിന് നമുക്ക് പോയിന്റുകൾ വേണം. പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സിന് വില കൊടുക്കുന്നു. 0 കൊടുക്കുമ്പോൾ 0, -1 കൊടുത്താൽ 1, -2 കൊടുത്താൽ 2, 2 കൊടുത്താൽ 2, 1 കൊടുത്താൽ 1, 3 കൊടുത്താൽ 3. എല്ലാം കിട്ടുന്നത് പോസിറ്റീവ് നമ്പേഴ്സാണ്. എക്സ് വൈ ആക്സിസ് വരച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു. 0 0, 1ന് 1, -1നും 1, 2ന് 2, -2ന് 2. ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ വി ഷേപ്പിൽ ഒരു ഗ്രാഫ് കിട്ടും. ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഡൊമൈൻ എന്നത് ഇവിടെ കൊടുത്ത വിലകൾ, അതായത് ഇവിടെ കൊടുക്കാവുന്ന വിലകൾ, എല്ലാ എക്സിലുള്ള വിലകളെല്ലാം കൊടുക്കാം. അതായത് -∞ to ∞, അല്ലെങ്കിൽ എല്ലാ റിയൽ നമ്പേഴ്സും. റേഞ്ച് എന്നത് 0 തൊട്ട് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും കിട്ടും, 0 to ∞. 27ാമത്തെ ചോദ്യം, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇൻഇക്വാളിറ്റി x + 2y ≤ 8, 2x + y ≤ 8, x is greater than or equal to 0, y is greater than or equal to 0. ഈ രണ്ട് ലൈനാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അതിന് പോയിന്റ്സ് കണ്ടുപിടിക്കണം. നോക്കുക, എക്സ് വൈ എന്നെഴുതി തന്നിരിക്കുന്ന ഇക്വേഷനാക്കി മാറ്റി x + 2y = 8. രണ്ടാമത്തത് 2x + y = 8. എക്സിന് 0 കൊടുക്കുമ്പോൾ 2y എന്നത് 8, അപ്പോൾ y = 4 എന്ന് കിട്ടും. വൈക്ക് 0 കൊടുക്കുമ്പോൾ x = 8. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ y 8 എന്ന് കിട്ടുന്നു. വൈക്ക് 0 കൊടുക്കുമ്പോൾ 2x 8, അപ്പോൾ x = 4 എന്ന് കിട്ടും. ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കുന്നു. ആദ്യത്തെ ലൈൻ x + 2y = 8 ആണ്. അതിന് 0 4ഉം 8 0ഉം ജോയിൻ ചെയ്ത് ലൈൻ വരച്ചിരിക്കുന്നു. രണ്ടാമത്തത് 0 8ഉം 4 0ഉം ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്നു. ഇത് രണ്ടും ഷെയ്ഡ് ചെയ്യേണ്ട സ്ഥലം താഴോട്ടാണ്, കാരണം ലെസ് ദാൻ എന്നാണ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. ഇത് രണ്ടും ഇവിടെ കോമൺ ഉള്ള സ്ഥലം ഇത്രയും. ഇത് മാർക്ക് ചെയ്യുന്നതിന് 6 മാർക്കാണ്. ഈ 8ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് n ഇഫ് nc5. 28ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് n ഇഫ് np5 = 42 × np3. ഇത് പെർമ്യൂട്ടേഷൻ എന്ന ഭാഗത്ത് നിന്നുള്ളതാണ്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നു, ഇൻ ഹൗ മെനി ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഇൻ മിസിസിപ്പി ഡു ദ 4 ഐസ് നോട്ട് കം ടുഗദർ. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ np5 എന്നാൽ n ഫാക്ടോറിയൽ ബൈ n - 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 42 × n ഫാക്ടോറിയൽ ബൈ n - 3 ഫാക്ടോറിയൽ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ n ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കളയുമ്പോൾ n - 3 ഫാക്ടോറിയൽ മേളിൽ വരും. n - 3 ഫാക്ടോറിയലിനെ n - 3 × n - 4 × n - 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. താഴെ ഒരു n - 5 ഫാക്ടോറിയൽ ഉണ്ട്, അതുമായിട്ട് കട്ട് ചെയ്ത് പോവും. അപ്പോൾ n - 3 × n - 4 = 42. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടുന്നു. n² - 7n - 30 = 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ n = 10 എന്ന് കിട്ടും. രണ്ടാമത്, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. മിസിസിപ്പി എന്ന വാക്കിലാകെ 11 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ 11 ഫാക്ടോറിയൽ ബൈ കോമൺ ആയിട്ടുള്ളതെല്ലാം എടുക്കുന്നു. 4 ഫാക്ടോറിയൽ × 4 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. ഇത് സോൾവ് ചെയ്യുമ്പോൾ 34,650 എന്ന് കിട്ടും. അതുപോലെ നമ്പർ ഓഫ് വേർഡ്സ് ഫോംഡ് ഓൾ ഐസ് ടുഗദർ 8 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ ആണ്, അതായത് 840. ഇത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് വിച്ച് ഐ ഡസ് നോട്ട് കം ടുഗദർ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 33,810 എന്ന് കിട്ടും. 9ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോക്കൈ, വെർട്ടിസസ്, ദ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, എസെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓഫ് ദി എലിപ്സ് x² / 36 + y² / 16 = 1. ഇവിടെ ആദ്യം നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. ഈ ഗ്രാഫ് വരയ്ക്കാനുള്ള എളുപ്പ വഴി എക്സിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് 36 എന്നാണ്, വലുത് കൊടുക്കുന്നതാണ് a എന്നത്. അപ്പോൾ a² = 36, അവിടെ നിന്ന് a = 6 എന്ന് കിട്ടും. b എന്നത് y-യുടെ താഴെ കിടക്കുന്നത്, അതായത് 16. അപ്പോൾ b² = 16, b = 4. നമുക്ക് ഇവിടെ ഒരു എളുപ്പവഴിയുണ്ട്. ABCEL ഈ രീതിയിൽ കണ്ടുപിടിച്ചാൽ മതിയാവും. ഗ്രാഫ് വരയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതലുള്ളത് a, അതായത് -6 എക്സിൻ്റെ താഴെയാണ്. അപ്പോൾ -6 തൊട്ട് 6 വരെ. y ആക്സിസിൽ 4ഉം -4ഉം മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഗ്രാഫ് ആയി. ഇവിടെ c കണ്ടുപിടിക്കാൻ √a² - b² ആണ്. a² എന്നത് 36, b² എന്നത് 16, മൈനസ് ചെയ്യുമ്പോൾ √20 എന്ന് കിട്ടും. ഈ കാണാനുള്ള ഇക്വേഷൻ, അതായത് ഇസെൻട്രിസിറ്റി എന്നത് c/a ആണ്, √20/6. L എന്നത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, 2b²/a ആണ് എലിപ്സിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. 2 × 16/6
ആൻസർ 16/3 എന്ന് കിട്ടും. ഫോക്കൈ എന്നത് ±C0, അതായത് ±√20 വെർട്ടിസ് എന്നത് ±A0, അതായത് ±60. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2A, അതായത് 2 × 6 12. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2B, 2 × 4 8. എസെൻട്രിസിറ്റി എന്നത് C/A, അത് നേരത്തെ കിട്ടി, √20/6. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2B²/A, 16/3. ഇത്രയും ചെയ്യുന്നതിന് 6 മാർക്കാണ്. 30ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഡേറ്റ xi = 4, 8, 11, 17, 20, 24, 32, fi = 3, 5, 9, 5, 4, 3, 1. ഇതിൻ്റെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാനാണ്. അതിന് വരയ്ക്കേണ്ട കോളം ഓർത്ത് വെക്കുക. വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട് എങ്കിൽ ഇങ്ങനെ വരും. ആദ്യം തന്നിരിക്കുന്നത് xi, പിന്നെ fi. ഇതിനൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xi fi, അത് കാണുന്നത് മീൻ കണ്ടുപിടിക്കാനാണ്. ഇത് കണ്ടുപിടിക്കുമ്പോൾ x ബാർ കിട്ടും. ഈ x ബാർ എല്ലാ xiയിൽ നിന്നും കുറയ്ക്കുന്നു, അതിൻ്റെ സ്ക്വയർ, അതിനെ fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ലാസ്റ്റ് കോളം. അപ്പോൾ വേരിയൻസിൻ്റെ ഇക്വേഷൻ fi × സം ഓഫ് fi × xi - x ബാർ ദ ഹോൾ സ്ക്വയർ ബൈ n ആണ്. ഇവിടെ xi നമുക്ക് തന്നിട്ടുണ്ട്, fi തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രോഡക്റ്റ് കാണുമ്പോൾ ഇത്രയും കിട്ടും. ഇതിൻ്റെ ടോട്ടലാണ് 420. ഇതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മീൻ കിട്ടി 14. 14 എന്നത് എല്ലാ xiയിൽ നിന്നും കുറയ്ക്കുന്നു. 4 - 14 -10, 8 - 14 -6, അങ്ങനെ എഴുതിയിരിക്കുന്നതാണ് ഈ കോളം. ഇതിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ 100, 36, 9, അങ്ങനെ സ്ക്വയേഴ്സ് എഴുതിയിരിക്കുന്നു. ഇതിനെ fi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ലാസ്റ്റ് കോളം. 3 × 100 300, 5 × 36 180, അതെല്ലാം കൂടെ ആഡ് ചെയ്തിരിക്കുന്നതാണ് 1374. ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതായത് ∑fi 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 45.8 എന്ന് കിട്ടും. ഇതാണ് വേരിയൻസ്. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി √45.8, ആൻസർ 6.77. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ മാത്തമാറ്റിക്സ് കൊമേഴ്സുകാർക്ക് വന്ന പരീക്ഷയുടെ ആൻസർ കീയും അതിൻ്റെ ഒരു അവലോകനവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.